ജപ്പാനിലെ ടോക്കിയോയിലെ സാമ്പത്തിക ഫോറത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. ജപ്പാൻ ഇന്ത്യയുടെ ഉറ്റ പങ്കാളിയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം. ടോക്കിയോയിലെ സാമ്പത്തിക ഫോറത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. जापान टेक पावर हाउस है और भारत एक टैलेंट पावर हाउस है. जापान की टेक्नोलॉजी और भारत का टैलेंट मिलकर इस सदी के टेक रिवॉल्यूशन का नेतृत्व कर सकते हैं. भारत और जापान के बीच जॉइंट क्रेडिट मैकेनिज्म पर इसका लाभ उठाकर क्लीन और ग्रीन फ्यूचर के निर्माण में सहयोग किया जा सकता है. एंड इंडिया स्केल कैन क्रिएट अ परफेक्ट पार्टनरशिप. पांचवा है, मैं आप सबसे आग्रह करता हूं, कम मेक इन इंडिया, मेक फॉर द वर्ल्ड. കെ.സി. ഉണ്ണികൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാനിലെ ടോക്കിയോയിലെ സാമ്പത്തിക സമിതിയിലെ ഈ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഇന്ത്യയും ജപ്പാനും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വലിയ മികവുകൾ ഉപയോഗിച്ചാൽ ഏത് രീതിയിൽ ഈ നൂറ്റാണ്ടിൽ തന്നെ സാങ്കേതിക വിപ്ലവം ഉണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ. തീർച്ചയായും വളരെ നിർണായകമായ ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടെ. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ജപ്പാനിലെത്തിയത്. അതോടൊപ്പം തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിലെ സാഹചര്യം, അമേരിക്ക ഇന്ത്യക്ക് ഇരട്ടി തീരുവ ചുമത്തിയ സാഹചര്യം, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ സന്ദർശനം എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും വരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി സന്ദർശനം അവിടെ വളരെ നിർണായകമായ സ്വാധീനം ഇന്ത്യക്ക് ഉണ്ടാക്കിയെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അവിടുത്തെ എക്കണോമിക് ഫോറത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. കൂടാതെ ഇന്ത്യയും ജപ്പാനുമായി ചേർന്നാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാം എന്നൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. ജപ്പാൻ ഇന്ത്യയുടെ ഏറ്റവും ഉറ്റ പങ്കാളിയാണ് എന്നതാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞത്. കൂടാതെ ഇന്ത്യ ഇന്ന് ഏറ്റവും വളരെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ്. കൂടാതെ GST അടക്കം വലിയ മാറ്റങ്ങളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് എന്നതും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. കൂടാതെ ഇന്ത്യയിൽ ഇന്ന് സ്ഥിരതയും ദീർഘവീക്ഷണവും ഉണ്ട്. കൂടാതെ ടെക്നോളജിപരമായി ഇന്ത്യ കൂടുതൽ വികാസം പ്രാപിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൂടാതെ ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയിലെ യുവാക്കൾക്ക് ജപ്പാൻ പഠിക്കാനുള്ള അവസരം കൂട്ടണം എന്നൊരു കാര്യം കൂടി പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ പറയുകയുണ്ടായി. കൂടാതെ സെമി കണ്ടക്ടറുകൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ എല്ലാ മേഖലകളിലും ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറി. അത് കൂടുതൽ മേഖലയിലേക്ക് വരണം എന്നൊരു കാര്യം കൂടി പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു. എന്തായാലും ഒരു സാമ്പത്തിക രംഗത്ത് വലിയൊരു പങ്കാളിത്തം ഇരു രാജ്യങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്നത് തന്നെയാണ് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇനി ജപ്പാനിൽ നിന്ന് പ്രധാനമന്ത്രി പോകുന്നത് ചൈനയിലേക്കാണ്. അവിടെ ഷാങ്ഹായ് ഉച്ചകോടിക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. ഈ സന്ദർശനത്തിൻ്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൂടുതൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഊട്ടിയുറപ്പിക്കുക, കൂടുതൽ നേട്ടം അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കുക, ബന്ധം കൂടുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അമേരിക്കയുമായി ബന്ധപ്പെട്ട അമേരിക്ക ചുമത്തി ഇരട്ടി തീരുവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ സന്ദർശനം. കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യ സഖ്യം ചേരുന്നു അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ലക്ഷ്യമിടുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തീരുവയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. MS. ശരി, ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയാവുന്നത് ഏത് രീതിയിലായിരിക്കും, ഏതൊക്കെ സാങ്കേതിക സംവിധാനങ്ങൾ പരസ്പരം ഉപയോഗിച്ചുകൊണ്ടും സഹകരണത്തിൻ്റെ രീതിയിലും മുന്നേറ്റത്തിൻ്റെ വലിയ മാതൃകയായിട്ട് അടുത്ത ഈ നൂറ്റാണ്ടിൽ തന്നെ സാങ്കേതിക വിപ്ലവം സാധ്യമാക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി. വിവരങ്ങളാണ് കെ.സി. ഉണ്ണികൃഷ്ണൻ നൽകിയത്.